ഓക്കെ ഗേസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലും ഞാൻ കുറച്ച് മിത്തായിട്ടാണ് വന്നേക്കണത്. കഴിഞ്ഞ വീഡിയോയിലെ കുറേ പേര് മിത്തൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കപ്പോൾ ആ മിത്തൊക്കെ നോക്കി നോക്കാം. അതിൽ ആദ്യത്തെ മിത്ത് ഇതാണ്: ട്രാക്കിൽ ഡാൻസിങ് ഗേളിനെ സ്പോൺ ചെയ്ത് ട്രെയിൻ കൊണ്ട് ഇടിക്കുക, അപ്പോൾ ട്രെയിന് മറിയും. അത് ശരി, നമുക്കപ്പോൾ ആ മിത്ത് നോക്കി നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു ഡാൻസിങ് ഗേളിനെ സ്പോൺ ചെയ്യാം. അതിൻ്റെ ചീറ്റ് കോഡ് എന്തായിരുന്നു? 15 ചീറ്റ് കോഡ്. ഇത് പിന്നെ ഒരു മോഡാ. ഇത് പ്ലഗിൻ ആപ്പിൽ കിട്ടില്ല, പക്ഷേ യൂട്യൂബിൽ വേറെ ആരുടെയെങ്കിലും വീഡിയോസ് നോക്കിയാൽ കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ട്രെയിനും കൂടി കൺട്രോൾ ചെയ്യാം, ട്രെയിനിനെ മുന്നോട്ട് കൊണ്ടുവരാം. ഓക്കെ, ആ ട്രെയിൻ ഇത് ഈ പെണ്ണിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അല്ല, ഇതെന്തത്? ട്രെയിന് പാളം തെറ്റിയല്ലോ. അത് ശരി, ഇത് കൊള്ളാട്ടാ. ആ പെണ്ണിനെ ഇടിച്ചപ്പോൾ ട്രെയിനിൻ്റെ പാളം തെറ്റി. ഈ ട്രെയിൻ പക്ഷെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഇത് നോക്കിയേ, ആ കോച്ചൊക്കെ മണ്ണിൻ്റെ അടിയിൽ പോയി. അല്ല, ഇതെന്തത്? എന്നെ ഇടിച്ചിട്ടൂലോ. ആ ട്രെയിനിന് പേളയ്ക്കുന്ന തോന്നണേട്ടാ. ഞാൻ പണ്ട് ഇതേപോലത്തെ ഒരു മിത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ സ്റ്റിക്കി ബോംബൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. ഇത് നമ്മൾ ഡാൻസിങ്ങുകൾ വെച്ചിട്ട് ചെയ്തു. എന്തിട്ടായാലും ഈ മിത്ത് കൊള്ളാണ്ടാ, നൈസായിട്ടുണ്ട്. ഒരു വെറൈറ്റി മിത്തായിട്ടുണ്ട്. നമുക്കപ്പോൾ അടുത്ത മിത്ത് നോക്കാം. ഇതിൽ പറയണത് റെയിൽവേ സ്റ്റേഷനിൽ പോയി പ്ലാറ്റ്ഫോമിൻ്റെ മുമ്പിൽ നോക്കിയാൽ ടൈം ഉണ്ടാവും. 18:21:02 അതായിരിക്കും ടൈം. എന്നാൽ ശരി, നമുക്കത് നോക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ എത്തിയേക്കാണ്. മേലെ പിന്നെ ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട്, 18:21:02. ആ, അത് ശരിയാണ് കേട്ടാ, അത് തന്നെയാണ് ആ ടൈം. ഈ ടൈം പിന്നെ മാറില്ല. നമുക്കപ്പോൾ മൂന്നാമത്തെ മിത്ത് നോക്കാം. ഇതിൽ പറയണത് പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരനെ ഉള്ളൂ, പക്ഷെ നമ്മൾ അവനെ വെടിവെച്ച് അവൻ വാണ്ടഡ് ലെവൽ ആവില്ല. ഓ, ആ പോലീസുകാരനെ വെടിവെച്ചാലേ വാണ്ടഡ് ലെവൽ വരില്ല എന്നാ പറയണേ. എന്നാൽ പിന്നെ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയേക്കാണ്. ഏയ്, ഇവിടെ രണ്ടാൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ. സാധാരണ ഒരാൾ മാത്രം നിൽക്കാറുള്ളൂ, ഇവിടെ ഇപ്പോൾ രണ്ടാൾക്കാരുണ്ട്. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഈ രണ്ടെണ്ണത്തിനെ അങ്ങ് തീർത്തളയാം. വാണ്ടഡ് ലെവൽ വരുമെന്ന് നോക്കി നോക്കാം. ഇവിടെ ഞാൻ ഒരുത്തനെ തീർത്തു, രണ്ടാമത്തേന് തീർത്തു, രണ്ടെണ്ണത്തിനെ കൊന്നുകളഞ്ഞു. പക്ഷെ നമുക്ക് വാണ്ടഡ് ലെവലൊന്നും വന്നില്ല കേട്ടാ. ആ മിത്തലപ്പോൾ പറഞ്ഞത് ശരിയാ, ഇവന്മാരെ വെടിവെച്ചാൽ നമുക്ക് വാണ്ടഡ് ലെവൽ കിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് നാലാമത്തെ മിത്ത് നോക്കാം. വാണ്ടഡ് ലെവൽ കിട്ടുമ്പോൾ ബീച്ചിൽ പോയാൽ വാണ്ടഡ് ലെവൽ പോവും. അത് ശരി, നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് വാണ്ടഡ് ലെവൽ ഉണ്ടാക്കാം. അവിടെ ഒരു പെണ്ണ് പൂവുണ്ട്, ആ പെണ്ണിനെ വെടിവെക്കാം. അന്നേരം നമുക്ക് ഒരു സ്റ്റാർ കിട്ടി. ഇതിനെ കൂടി കൊന്നു കഴിഞ്ഞാൽ നമുക്ക് 2 സ്റ്റാർ കിട്ടും. ഇവിടെ ഇപ്പോൾ നമുക്ക് 2 സ്റ്റാർ കിട്ടി. പോലീസുകാർ പിന്നെ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടാ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ബീച്ചിലേക്ക് പോവാം. ബീച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ വാണ്ടഡ് ലെവൽ പോകുന്ന പറയണേ. ഇവിടെ നമ്മൾ ബീച്ചിലേക്ക് എത്തി, നമ്മൾ വെള്ളത്തിലും കൂടി ഇറങ്ങി, പക്ഷെ നമ്മുടെ വാണ്ടഡ് ലെവൽ പോയില്ല കേട്ടാ. അതിപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. നമുക്കപ്പോൾ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇതെന്തത്? പോലീസുകാരും വെള്ളത്തിൽ ഇറങ്ങിയല്ലോ. ആ, കുളിക്കാൻ വന്നതോ. നമ്മുടെ വാണ്ടഡ് ലെവൽ ഇതൊരിക്കും പോയില്ല. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം, മറ്റേ ബീച്ചിലേക്ക് പോവാം. ഈ ജുറാസിക് പാർക്കിൻ്റെ അടുത്ത് ഒരു ബീച്ചില്ലേ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇങ്ങോട്ടേക്ക് വന്നാലേ നമ്മുടെ വാണ്ടഡ് ലെവൽ പോവുണ്ടാ. ഞാൻ മുന്നേ സ്റ്റോറി വീഡിയോസൊക്കെ ചെയ്യാറില്ലേ, അന്നേരം ഇങ്ങോട്ടേക്ക് വരാറ്. ആ സമയത്ത് വാണ്ടഡ് ലെവൽ പോവും. നമുക്കപ്പോൾ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മുടെ വാണ്ടഡ് ലെവലൊക്കെ പോയിട്ടാ. മറ്റേ ബീച്ചിലാണെങ്കിൽ വർക്കാവില്ല, ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വർക്കാവും. എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ നമുക്ക് അഞ്ചാമത്തെ മിത്ത് നോക്കാം. ഇതിൽ പറയണത് ഒരു കാർ സ്പോൺ ചെയ്യുക, അതിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തേക്ക് പോവുക, അത് കഴിഞ്ഞിട്ട് അൺലിമിറ്റഡ് ഹെൽത്ത് ഓണാക്കുക, അത് RPG വെച്ച് പൊട്ടിക്കുക, ഗാലറി എടുക്കുക, കളറ് മാറ്റുക, കളറ് മാറും. ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ആദ്യം ഏതെങ്കിലും ഒരു കാർ സ്പോൺ ചെയ്യുക. ഞാനിവിടെ BMW സ്പോൺ ചെയ്തത്.
അത് കഴിഞ്ഞിട്ട് അൺലിമിറ്റഡ് ഹെൽത്ത് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ ഓൾറെഡി അൺലിമിറ്റഡ് ഹെൽത്ത് അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് RPG വെച്ചിട്ട് ഈ കാറങ്ങ് പൊട്ടിക്കാം. ലെറ്റ്സ് ഗോ. ഈ കാർ എങ്ങനെ പൊട്ടിച്ചേക്കാണ്. ഇനി ഇതിൻ്റെ കളറ് മാറ്റാൻ പറ്റുന്ന പറയണേ. നമുക്കപ്പോൾ ഗാലറി ഓപ്പൺ ആക്കാം. ഇതേ കണ്ടില്ലേ, നമുക്കിവിടെ കളറ് മാറ്റാൻ പറ്റും. കാർ പൊട്ടിത്തെറിച്ചു, എന്നിട്ടും കളറ് മാറ്റാൻ പറ്റും. അല്ല, ഞാൻ ഈ മിത്ത് മുന്നേ ചെയ്തിട്ടില്ലേ? പണ്ട് ഞാൻ ഈ മിത്ത് ചെയ്തിട്ടുണ്ട്, എപ്പോഴാന്ന് എനിക്ക് ഓർമ്മയില്ല. നമുക്കപ്പോൾ അടുത്ത മിത്ത് നോക്കാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ ആറാമത്തെ മിത്ത് നോക്കാം. ഈ മിത്തിൽ പറയണത് ബൈക്കും കാറും എടുക്കുക, എന്നിട്ട് ബട്ടൺ അമർത്തുക, ക്യാമറ ബട്ടൺ അമർത്തുക, അപ്പം മാജിക് സംഭവിക്കും. ഒരു മിനിറ്റ്, ഇതാ മറ്റേ മിത്തനല്ലേ, ആ കാറും ബൈക്കും ഒരുമിച്ച് ഓടിക്കുന്ന മിത്ത്. നോക്കി നോക്കാം. നമുക്ക് ആദ്യം ഒരു കാറ് സ്പോൺ ചെയ്യാം, അതിൻ്റെ അടുത്ത് ഒരു ബൈക്കും സ്പോൺ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഈ രണ്ടിൻ്റെ ഇടയിൽ പോവാ, എന്നിട്ട് ഈ ബൈക്കിലങ്ങ് കയറാ, എന്നിട്ട് ക്യാമറ ആംഗിൾ മാറ്റുക. ഇതേ കണ്ടില്ലേ, ക്യാമറ ആംഗിൾ മാറ്റിയപ്പോൾ നമ്മൾ കാറിൻ്റെ ഉള്ളിലാ. നമ്മൾ പക്ഷേ ആക്ച്വലി ബൈക്കാണ് ഓടിക്കണേ. ഈ മിത്ത് ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. പണ്ട് ഞാൻ ഇഷ്ടം പോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതിലൊക്കെ കാണാൻ പറ്റും. നമുക്കപ്പോൾ ഏഴാമത്തെ മിത്ത് നോക്കാം. ഇതിൽ പറയണത് ഇൻഫിനിറ്റി ഹെൽത്ത് അടിച്ചിട്ട് ഒരു പ്ലെയിന് വിളിക്കുക, എന്നിട്ട് മുമ്പിൽ ഗോസ്റ്റ് റൈഡർ ബൈക്ക് വയ്ക്കുക, എന്നിട്ട് പ്ലെയിന് ഗോസ്റ്റ് റൈഡർ ബൈക്കുമേ നേരെ വരിക. അപ്പോൾ ഒരു മാജിക്ക് നടക്കും. ശരി, നമുക്ക് നോക്കി നോക്കാം. നമുക്കപ്പോൾ ആദ്യം ഒരു പ്ലെയിന് സ്പോൺ ചെയ്യാം. അതെങ്ങനെ സ്പോൺ ചെയ്തിട്ടുണ്ട്. ഇനി പ്ലെയിൻ്റെ മുമ്പിലേ മറ്റേ ബൈക്ക് സ്പോൺ ചെയ്യുക. ഏത്? ആ ഗോസ്റ്റ് റൈഡർ ബൈക്ക്. അതിൻ്റെ ചീറ്റ് കോഡ് 5555. അതും കൂടി അങ്ങനെ സ്പോൺ ചെയ്തേക്കാണ്. ഇൻഫിനിറ്റി ഹെൽത്ത് പിന്നെ ഞാൻ ഓൾറെഡി അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് പ്ലെയിനിലേക്ക് കയറാം, എന്നിട്ട് ആ ഗോസ്റ്റ് റൈഡർ ബൈക്കുമ്മേ കൊണ്ടുപോയി ഇടിക്കാം. അന്നേരം ഒരു മാജിക്ക് സംഭവിക്കുന്ന പറയണേ. ഇതെന്തത്? ഇതിപ്പോൾ എന്ത് സംഭവിച്ചേ? ഇതേതാ സ്ഥലം? ആകാശത്ത് തന്നെ പറക്കണേ. നമ്മൾ വല്ലാണ്ട് ഹൈറ്റിൽ പോയിട്ടാ. എന്തുട്ടായാലും ഈ മിത്ത് കൊള്ളാം, നൈസായിട്ടുണ്ട്. ഇതും ഒരു വെറൈറ്റി മിത്തായുണ്ട്. നമുക്കപ്പോൾ അടുത്ത മിത്ത് നോക്കാം. ഇതിൽ പറയണതേ ലംബോർഗിനി സിയാനില്ലേ, അതിൻ്റെ മീറ്റർ വർക്കിംഗ് അല്ലാന്ന്. ശരി, നമുക്ക് നോക്കി നോക്കാം. നമുക്കപ്പോൾ ലംബോർഗിനി സിയാൻ സ്പോൺ ചെയ്യാം. 2189 അതാണ് ചീറ്റ് കോഡ്. ഇനി ഇതിൻ്റെ മീറ്റർ വർക്കിംഗ് ആണോന്ന് നോക്കി നോക്കാം. ഗൈസ്, ഇതിൻ്റെ മീറ്റർ വർക്കിംഗ് അല്ലാട്ടാ. ഈ ഗെയിമിൽ പിന്നെ ചില വണ്ടികളുടെ മീറ്റർ വർക്കിംഗാ, ചിലതിൻ്റെ വർക്കിംഗ് അല്ല. ഇനി അടുത്ത മിത്ത് നോക്കാം. എയർപോർട്ടിൽ പോയി വെയർ ഹൗസിൽ ബൈക്ക് വെച്ച് കയറുക, എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഒരു ബൈക്ക് വിളിക്കുക. അപ്പോൾ ബൈക്ക് കടന്ന് കുലുങ്ങും. അത് ശരി, നമുക്കപ്പോൾ ഈ വെയർ ഹൗസിൻ്റെ അകത്ത് കയറാം. ഇതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് വലിയ പാടൊന്നുമില്ല. ബൈക്ക് ഇതേ ചുമരിൻ്റെ അടുത്ത് പാർക്ക് ചെയ്യുക, എന്നിട്ട് എക്സിറ്റ് അമർത്തുക. അന്നേരം നമ്മൾ വെയർ ഹൗസിൻ്റെ അകത്ത് കയറും. ഇനിയിപ്പോൾ നമുക്ക് ഒരു ബൈക്കും കൂടി സ്പോൺ ചെയ്യാം. ആ ബൈക്ക് കിടന്ന് വരയ്ക്കുന്ന പറയണേ. ഇതെന്തത്? ആ ബൈക്ക് വരക്കണില്ലല്ലോ. ആ ബൈക്ക് പക്ഷേ പുറത്തെ സ്പോണായേ, നമുക്ക് അകത്തെ സ്പോൺ ചെയ്യണ്ടേ. ഓക്കെ, ഇത് കണ്ടില്ലേ, ഈ ബൈക്ക് ഇതേ കിടന്ന് വരയ്ക്കുന്നുണ്ട് കേട്ടാ. ഓ, അത് കൊള്ളാം. നമുക്ക് പക്ഷേ ആ ബൈക്ക് ഓടിക്കാൻ പറ്റില്ല, അത് ഇവിടെ തന്നെ ഇരിക്കും. ഇത് കണ്ടില്ലേ, നമുക്ക് ഈ ബൈക്ക് ഓടിക്കാൻ പറ്റില്ല, കൂട്ടത്തിൽ നമ്മളും കൂടി വരയ്ക്കും. ഇനിയിപ്പോൾ നമുക്ക് അവസാനത്തെ മിത്ത് നോക്കാം. ഇതിൽ പറയണതേ വീടിനുള്ളിൽ NPC ക്യാരക്ടർ കൊണ്ടുവന്ന NPC ഭൂമിക്കുള്ളിൽ പോവില്ല. അത് ശരി, ഞാൻ പിന്നെ ഒരു NPCനെ വിളിച്ചോണ്ട് വന്നുട്ടാ. ഓ, ഇത് കണ്ടില്ലേ, ഇയാൾ അടിയിലേക്ക് പോയില്ല. മുന്നേ ഇയാൾ ഇതേപോലെ കയറി വരില്ല, പകരം മണ്ണിൻ്റെ അടി കൂടെ വരിക. ഇവരപ്പോൾ ആ ബഗ്ഗും കൂടി ഫിക്സ് ചെയ്തു. എന്തെങ്കിലും ആവട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. ബാക്കി മെത്തൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.